മുഖ്യമന്ത്രിയുടെ കുടുംബം ഇൻവോൾവായി വരുമെന്ന് പരക്കെ ആക്ഷേപമുള്ള ഡിജിറ്റൽ സർവകലാശാല ഇടപാടുകളാണ് ഇന്ന് ഡിജിറ്റൽ സർവകലാശാലയിൽ പുതിയ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിച്ചത്. സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമായിരുന്നു ഡിജിറ്റൽ സർവകലാശാല. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഡിജിറ്റൽ സർവകലാശാലയില്ല. മുഖ്യമന്ത്രി പ്രോ ചാൻസലറായിട്ട് വരുന്ന ഒരേ ഒരു സർവകലാശാല ഡിജിറ്റൽ സർവകലാശാലയാണ്. ITയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ഡിജിറ്റൽ സർവകലാശാലയിലൂടെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു ഏജൻസിയാക്കിയാണ് ഡിജിറ്റൽ സർവകലാശാലയെ മാറ്റിയത്. സിസ തോമസ് ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അവിടെ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്തി. ഓഡിറ്റ് നിയമപരമായിട്ട് വേണമെന്ന് ആക്റ്റിൽ ഉൾക്കൊള്ളിക്കാത്ത ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അത് ഡിജിറ്റൽ സർവകലാശാല മാത്രമാണ്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. സർക്കാരിൻ്റെ ശത്രുവായി എന്ന് അത്തരത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന താൽക്കാലിക VC ആയ ശ്രീ സിസ തോമസിനെതിരെയാണ് ഇത്തരത്തിലൊരു ഓർഡിനൻസ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായ ശ്രീ RS ശശികുമാർ. ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് സർക്കാരിനെതിരായിട്ട് നിൽക്കുന്ന സർക്കാരിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സിസ തോമസിനെതിരെയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് സർ? കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് മുഖ്യമന്ത്രിയോട് ഇൻവോൾവ് ആയിട്ടുള്ള ദുരിതാശ്വാസ നിധിയിലെ ദുർവിനിയോഗം സംബന്ധിച്ചൊരു കേസ് ലോകായുക്തയിലുണ്ടായിരുന്നു. ലോകായുക്തയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിധി വരുമെന്നും മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്നും ശ്രീ പിണറായി വിജയന് ബോധ്യപ്പെട്ടപ്പോൾ ലോകായുക്തയുടെ നിയമം ഓർഡിനൻസിലൂടെ ഭേദഗതി ചെയ്തു. ഭേദഗതി ചെയ്തപ്പോഴത്തേക്കും മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകാൻ കഴിഞ്ഞു. ലോകായുക്തയുടെ അധികാരം മുഴുവൻ വെട്ടിക്കുറച്ചു. അതിന് സമാനമായി മുഖ്യമന്ത്രിയോട് ഇൻവോൾവായി വരുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം ഇൻവോൾവായി വരുമെന്ന് പരക്കെ ആക്ഷേപമുള്ള ഡിജിറ്റൽ സർവകലാശാല ഇടപാടുകളാണ് ഇന്ന് ഡിജിറ്റൽ സർവകലാശാലയിൽ പുതിയ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസ് നിയമിതയായപ്പോൾ ഡിജിറ്റൽ സർവകലാശാല എന്ത് ഉന്നത്തിന് വേണ്ടിയാണ് പിണറായി 1ാം സർക്കാർ രൂപീകരിച്ചെന്നുള്ള കാര്യം വ്യക്തമായി. അന്നുള്ള സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമായിരുന്നു ഡിജിറ്റൽ സർവകലാശാല. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഡിജിറ്റൽ സർവകലാശാലയില്ല. പക്ഷേ ആ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് പല ITയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ഡിജിറ്റൽ സർവകലാശാലയിലൂടെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു ഏജൻസിയാക്കിയാണ് ഡിജിറ്റൽ സർവകലാശാലയെ മാറ്റിയത്. ഈ കഴിഞ്ഞ 4 വർഷത്തിനകം കോടിക്കണക്കിന് രൂപ ഇവിടെ ട്രാൻസാക്ഷൻ ഡിജിറ്റൽ സർവകലാശാല വഴി നടന്നിട്ടുണ്ട്. സിസ തോമസ് ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അവിടെ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്തി. പ്രഥമ ദൃഷ്ട്യാ തന്നെ 1500ഓളം കോടി രൂപ ഇവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ ഒരു റിപ്പോർട്ട് ഡോക്ടർ സിസ തോമസ് ഗവർണർക്ക് നൽകി. ഗവർണർ ഇത് CAGയുടെ പരിശോധനയ്ക്ക് തീരുമാനിച്ചിരിക്കുകയാണ്. ഓഡിറ്റ് നിയമപരമായിട്ട് വേണമെന്ന് ആക്റ്റിൽ ഉൾക്കൊള്ളിക്കാത്ത ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അത് ഡിജിറ്റൽ സർവകലാശാല മാത്രമാണ്. ഒരു സ്ഥിരം ഫൈനാൻസ് ഓഫീസറില്ലാത്ത ഒരു സ്ഥാപനം ഡിജിറ്റൽ സർവകലാശാല മാത്രമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ക്രമക്കേടുകൾ പുറത്തു വന്നാൽ അത് മുഖ്യമന്ത്രിയെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയാണ് തിരക്കിട്ട് ഇങ്ങനൊരു ഓർഡിനൻസ് കൊണ്ടുവരാൻ കാരണമായത്. കാരണം മുഖ്യമന്ത്രി പ്രോ ചാൻസലറായിട്ട് വരുന്ന ഒരേ ഒരു സർവകലാശാല ഡിജിറ്റൽ സർവകലാശാലയാണ്. അപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിൽ CAGയുടെ ഓഡിറ്റ് വരുമ്പോൾ സിസ തോമസ് അവിടെ താൽക്കാലിക VC ആയി തുടരുവാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉന്നം. അതിനുവേണ്ടിയാണ് ഓർഡിനൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഓർഡിനൻസിലൂടെ പ്രത്യേകിച്ച് പറയുന്നത് ഗവർണർക്ക് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാനുള്ള അധികാരം എടുത്തു കളയുന്നു. ഗവൺമെൻറ്റിന് അനുകൂലമായി വരുന്ന 4 പേര് പ്രതിനിധികളായിട്ട് വരികയും UGCയുടെ ഒരു പ്രതിനിധി മാത്രം അവശേഷിക്കുകയും സെർച്ച് കമ്മിറ്റി 5 പേരുടേതാവുമ്പോൾ അതിൻ്റെ മെജോറിറ്റി എടുക്കുന്ന തീരുമാനം അനുസരിച്ചുള്ള പാനലായിരിക്കും ഗവർണർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ
ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ആളിനെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കാൻ കഴിയും. കാരണം സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ച് 6 മാസക്കാലം മാത്രമേ സിസ തോമസിന് തുടരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തിരക്കിട്ട ഓർഡിനൻസ് കൊണ്ടുവന്ന് തിരക്കിട്ട് വൈസ് ചാൻസലർ നിയമിച്ചു കഴിഞ്ഞാൽ സിസ തോമസിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിയും. അതിനുവേണ്ടി ഇപ്പോഴേ അവർ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ ജയരാജൻ എന്ന് പറയുന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ ഒരു വൈസ് ചാൻസലറുടെ പേര് ഗവൺമെൻറ് താൽക്കാലിക വൈസ് ചാൻസലറായിട്ട് പോലും ഗവർണർ റൂമിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സാങ്കേതിക പ്രശ്നം വന്ന് അദ്ദേഹത്തിന് ഏജ് 62 പോയി. അതുകൊണ്ട് പുതിയ ഓർഡിനൻസിൽ വൈസ് ചാൻസലറുടെ ഏജ് 65 വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജയരാജ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 4 വർഷം കാലിക്കറ്റ് സർവകലാശാലയിലെ CPM-ൻ്റെ എല്ലാ അഴിമതിക്കും കൂട്ടുന്ന 110ഓളം അധ്യാപക നിയമനങ്ങൾ CPM പറഞ്ഞതനുസരിച്ച് യാതൊരു യോഗ്യതയില്ലാത്തവരെയും സംവരണം പോലും അട്ടിമറിച്ച് നടത്താൻ CPM-ന് കൂട്ടുന്ന ജയരാജിന് കൊടുക്കാൻ പോകുന്ന റിവാർഡാണ് ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം. അപ്പോൾ CAG-യുടെ അന്വേഷണം വരുമ്പോൾ അവിടെ ഡിജിറ്റൽ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് ഈ പറഞ്ഞ വ്യക്തികളുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും സേഫ് ആവും. ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോടിക്കണക്കിന് രൂപ കിഫ്ബിയിലുള്ള ഫണ്ട് ഡിജിറ്റൽ സർവകലാശാല വന്നിരിക്കുകയാണ്. ആ ഫണ്ട് നിയമപ്രകാരം മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ സിസ തോമസ് തയ്യാറാവുകയുള്ളൂ. അവിടെ കഴിഞ്ഞ കുറച്ച് നാളിലായിട്ട് വരുന്നത് കിഫ്ബിയിൽ നിന്നിടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ KM എബ്രഹാം ഇത്ര കോടി രൂപ അനുവദിച്ചതിന് ശേഷം ആ തുക അവിടെയുള്ള CPM അനുകൂലിയായ ഒരു അധ്യാപകന് കൈമാറാൻ പറയും. അദ്ദേഹം ഈ പണം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് കമ്പ്യൂട്ടർ ഏജൻസി കൊടുക്കുകയും ഈ രീതിയിലുള്ള വരുന്ന പണം പാർട്ടി അടിസ്ഥാനത്തിൽ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസിയായിട്ട് ഡിജിറ്റൽ സർവകലാശാല പ്രവർത്തിക്കുകയാണ്. ഇപ്പോഴേ അവിടെയുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോഴത്തേക്കും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ കേന്ദ്ര ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന കോടിക്കണക്കിന് രൂപ ഇതേപോലെ ഔട്ട്സോഴ്സ് ചെയ്തപ്പോൾ അതിന് കണക്കുകൾ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല GST പോലും കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്രമക്കേട് നടക്കുമ്പോൾ ആ ക്രമക്കേടുകൾ മൂടിവെക്കണമെന്നുണ്ടെങ്കിൽ സിസ തോമസ് അവിടെ നിന്ന് മാറിയിരിക്കണം. ഈ വക കാര്യങ്ങൾ സിസ തോമസിനെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയും ഇവിടെ സർക്കാർ തലത്തിൽ നടക്കുന്ന കിഫ്ബിയിലൂടെ വരുന്ന പണം പാർട്ടി അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ കിട്ടുന്നതിന് തടസ്സം സിസ തോമസ് നിൽക്കുമെന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഓർഡിനൻസ് കൊണ്ടുവന്നതെന്നും അതുകൊണ്ട് നിയമവിരുദ്ധമായ ഈ ഓർഡിനൻസ് സുപ്രീം കോടതി വിധിക്കെതിരായിട്ടുള്ള ഓർഡിനൻസ് യാതൊരു കാരണവശാലും അംഗീകരിക്കരുതെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗവർണർ ഇക്കാര്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ച് യുക്തമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.